യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ ഉപമകളിലൂടെ നമ്മൾ ഒരു യാത്ര ആരംഭിക്കുകയാണ്. യേശുക്രിസ്തു ലോകം കണ്ട ഏറ്റവും നല്ല സ്റ്റോറി ടെല്ലർ ആയിരുന്നു. അതായത് ഒരു കഥ പറച്ചിലുകാരൻ. കഥകളിലൂടെ വലിയ സന്ദേശങ്ങൾ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ പറയുവാനുള്ള യേശുക്രിസ്തുവിൻ്റെ കഴിവ് ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യുന്നു. വലിയ വലിയ രഹസ്യങ്ങൾ, അതായത് സ്വർഗരാജ്യത്തിൻ്റെ നിധികൾ കൊച്ചു കഥകളിലൂടെ ഈശോ വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മുതൽ അങ്ങോട്ട് നമ്മൾ കർത്താവിൻ്റെ ഉപമകളിലൂടെ ഓരോ ആഴ്ചയിൽ നമ്മൾ കടന്നു പോകും. കർത്താവ് ഉപമകളിലൂടെ പഠിപ്പിക്കുന്ന രഹസ്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ ഒരു ചെറിയ ഉപമ ഈശോ പറയുന്നുണ്ട്. അതിതാണ്: വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, അത് പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. തൊട്ടടുത്ത വചനത്തിൽ പറയുകയാണ്: അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം അവരുടെ മുമ്പിൽ വെളിപ്പെടട്ടെ എന്നാണ് പറയുന്നത്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെ ഉപമയെന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ചില സഭാപിതാക്കന്മാർ, കത്തോലിക്ക സഭയുടെ സഭാപിതാക്കന്മാരിൽ ചിലർ പറയുന്നത് വിളക്കും ഒരു ഉപമയാണ് എന്നാണ്. ഈശോ പറഞ്ഞിട്ടുള്ള വളരെ ചെറിയ ഉപമകളിൽ ഒന്നാണ് ഇത്. ഒരു വിളക്കാണ്. അപ്പം നമ്മൾ ഈ വിളക്കുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് ചിന്തിക്കുകയാണ്. അവിടെ നിന്ന് സ്നാപക യോഹന്നാനെ പറ്റി പറയുന്നുണ്ട്. കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. സാധാരണ ഒരു വിളക്കല്ല യോഹന്നാൻ. കത്തി ജ്വലിക്കുന്ന, പ്രകാശം പരത്തുന്ന, തേജസ് ഉണ്ടായിരുന്ന, ദൈവത്തിൻ്റെ മഹത്വം മനോഹരമായിട്ട് വെളിപ്പെടുത്തിയ ഒരു വിളക്കായിരുന്നു യോഹന്നാൻ എന്ന് യോഹന്നാനെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ഈശോ നമ്മെ നോക്കി പറയുന്നുണ്ട്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് അവിടത്തെ പറ്റി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിളക്ക്, പ്രകാശം, ഇതെല്ലാം കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിൽ വരികയാണ്. ഏതാനും കാര്യങ്ങൾ നമ്മളിന്ന് ചിന്തിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഞാനും നിങ്ങളും ഒരു വിളക്കാണ്. വിളക്കെന്ന് പറഞ്ഞാൽ അർത്ഥം പ്രകാശം പരത്തേണ്ട ഉപകരണങ്ങൾ അല്ലെങ്കിൽ പ്രകാശം പരത്തേണ്ട വ്യക്തികൾ എന്നാണ് അർത്ഥം. നിങ്ങളെല്ലാവരും തന്നെ വിളക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ആ വിളക്കിൽ എണ്ണയുണ്ട്, തിരിയുണ്ട്, അതിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരുന്നു, അത് അന്ധകാരത്തെ മാറ്റുന്നു. ഒരു വിളക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അന്ധകാരത്തെ മാറ്റുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു തൻ്റെ മക്കളെ നോക്കി പറയുന്നത് നിങ്ങളൊരു വിളക്കാണ് എന്ന് പറയുമ്പോൾ ആ വിളക്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന പ്രകാശം നമ്മുടെ ചുറ്റുപാടുമുള്ള അന്ധകാരത്തെ നീക്കിക്കളയേണ്ടതാണ്. നമ്മുടെ ചുറ്റിലുമുള്ള പാപത്തിൻ്റെ അന്ധകാരത്തെ നീക്കുവാൻ വേണ്ടി സ്വർഗം ഈ ഭൂമിയിൽ കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കാണ് നമ്മൾ. ഉദാഹരണമായിട്ട് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് നോക്കുക. വൈകുന്നേരം ഒരു 6:30 മണിയാകുമ്പോൾ നമ്മുടെ ഗ്രാമത്തിലായാലും ടൗണിലായാലും സ്ട്രീറ്റ് ലൈറ്റുകൾ, നമ്മുടെ റോഡിൻ്റെ സൈഡിലുള്ള ലൈറ്റുകൾ മുനിസിപ്പാലിറ്റിക്കാർ കത്തിക്കും. പെട്ടെന്ന് ഇരുട്ട് മാറി പ്രകാശം വരികയാണ്. അതുപോലെ രാത്രിയിൽ കറണ്ട് പോയാൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, ഭയങ്കരമായ ഇരുട്ടാണ്. എന്നാൽ പ്രകാശം വരുന്നതോടുകൂടി അന്ധകാരത്തിൻ്റെ ഭീകരത മാറി മനോഹരമായ വെളിച്ചം കടന്നു വരികയാണ്. ഇതേ ദൗത്യമാണ് എനിക്കും നിങ്ങൾക്കും എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഒരു വിളക്കാണ്. ഈ വിളക്കിനെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്.
ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഗർഭിണിയായ ഉടൻ തന്നെ അവൾ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഒരു മലമ്പ്രദേശത്തേക്ക് പോയി. അപ്പം ശരിക്കും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കാണ് പരിശുദ്ധ അമ്മ. അമ്മ ഒരു സഞ്ചരിക്കുന്ന വിളക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം കത്തി ജ്വലിക്കുന്ന ഈ വിളക്ക് മല കയറി എലിസബത്തിൻ്റെ സക്കറിയായുടെയും ഭവനത്തിലേക്ക് കയറുകയാണ്. അപ്പം ഈ വിളക്കാണ് കയറി ചെല്ലുന്നത്, പ്രകാശവും കൊണ്ടാണ് കയറി ചെല്ലുന്നത്. അവിടെ ചെല്ലുന്ന പാടെ സംഭവിക്കുന്നത്, ഇരുട്ടിലായിരുന്ന രണ്ട് വ്യക്തികൾ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു, അവരുടെ ഇരുട്ട് മാറുന്നു, അവരിൽ പ്രകാശം നിറയുന്നു. വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം ഇതവിടെ എഴുതി വച്ചിട്ടുണ്ട്. വാർദ്ധക്യത്തിൽ ഗർഭിണിയായി എന്നുള്ള കാരണത്താൽ ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന എലിസബത്ത് ഇതാരോടും പറയാതെ വീടിൻ്റെ അകത്ത് കയറി 6-ാം മാസം ഗർഭിണിയായിരിക്കെ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. ഒരു ഇൻട്രോവേർട്ട്, അതായത് ആരെയും കാണാതിരിക്കുന്ന സ്വഭാവം. അമ്മയിൽ ഈ സ്വഭാവം ഉള്ളത് കൊണ്ട് സ്നാപക യോഹന്നാൻ, അതായത് എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന സ്നാപക യോഹന്നാനും ഇതുപോലെ തന്നെ ഇൻട്രോവേർട്ടായിട്ട് അനങ്ങാതെയും ചാടാതെയും അവനും ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ രണ്ട് ഇൻട്രോവേർട്ടുകൾ, ഒതുങ്ങിക്കൂടുന്ന സ്വഭാവമുള്ള അമ്മയും അമ്മയുടെ ഉദരത്തിലുണ്ടായിരുന്ന ഗർഭസ്ഥ ശിശുവായ യോഹന്നാനും. ഒരു പരിധിവരെ ഇരുട്ടിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇരുട്ടിലേക്ക് വിളക്കായി പരിശുദ്ധ മറിയം കടന്നു ചെല്ലുകയാണ്. അമ്മയാവുന്ന വിളക്കിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയ പ്രകാശം ഇവരുടെ അന്ധകാരത്തെ മാറ്റുന്നു. എലിസബത്തും സ്നാപക യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. നമ്മുടെയൊക്കെ ധ്യാനങ്ങളിൽ വളരെയേറെ കഷ്ടപ്പെട്ട് ടീം അംഗങ്ങളെല്ലാം കൂടി ഒരുപാട് ബുദ്ധിമുട്ടി ചക്രശ്വാസം വലിച്ചു കഴിയുമ്പോഴാണ് അവസാനത്തെ ദിവസം ആൾക്കാരൊക്കെ ഒന്ന് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നത്. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഒരു വിളക്ക്, ശരിക്കും ഒരു വിളക്ക് വീട്ടിലോട്ട് കയറി ചെന്നിട്ട് അഭിവാദനം ചെയ്ത് ശാലോം, സമാധാനം, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തുതി, അഭിവാദനം ചെയ്ത നിമിഷത്തിൽ രണ്ട് വ്യക്തികളുടെ ഇരുട്ട് മാറി അവരിൽ പ്രകാശം നിറഞ്ഞു എന്ന് മാത്രമല്ല, അവർ പ്രകാശത്താൽ പൂരിതരായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എലിസബത്ത് പ്രവചിക്കാൻ തുടങ്ങി. എൻ്റെ കർത്താവിൻ്റെ അമ്മ, അതൊരു പ്രവചനമാണ്. കാരണം നിന്റെ ഉദരത്തിൽ കിടക്കുന്നത് കർത്താവാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എങ്ങനെ? പ്രവചിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് ഇരുട്ട് മാറി പ്രകാശം പരത്തി. സ്നാപക യോഹന്നാനാകട്ടെ കുതിച്ചു ചാടാനും തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞുകൊണ്ടുള്ള കുതിച്ചു ചാട്ടം യോഹന്നാനെയും ഒരു വലിയ പ്രവാചകനാക്കി മാറ്റുകയാണ്. ഇത് തന്നെയാണ് സത്യത്തിൽ വിളക്ക് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മൾ എവിടെ ചെന്നാലും അവിടുത്തെ അന്ധകാരം മാറണം. നമ്മളൊരു ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ അന്ധകാരം മാറണം. നമ്മളൊരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ വഴക്കും അന്ധകാരവും എല്ലാം മാറി നമ്മൾ ഇറങ്ങുമ്പോഴേക്കും അവിടെ പ്രകാശം പരന്നിരിക്കണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എൻ്റെ മനസ്സിലേക്ക് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറയുന്ന ഒരു നേഴ്സിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ്. ഇംഗ്ലണ്ടിൽ ജനിച്ച് വളർന്ന ആ നേഴ്സ് ക്രിമിയൻ യുദ്ധസമയത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കയ്യിൽ ഒരു വിളക്കുമായി രാവും പകലും തൻ്റെ ആരോഗ്യത്തെ പോലും വകവയ്ക്കാതെ ഓടി നടന്ന് മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷ ചെയ്തു. അവൾക്കൊടുവിലൊരു പേര് വീണു, വിളക്കേന്തിയ വനിത, ലേഡി വിത്ത് ലാമ്പ്, വിളക്കേന്തിയ വനിത, ഫ്ലോറൻസ് നൈറ്റിംഗേൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം എന്നെയും നിങ്ങളെയും വിളക്കേന്താനല്ല, അതിനേക്കാളും ഒരു പടി കൂടെ കടന്നുകൊണ്ട് വിളക്കാകുവാനായിട്ട് വിളിക്കുകയാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ വിളക്കാകുന്നു, അതിൽ നിന്നും പ്രകാശം വരണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഒരു വിളക്കിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് എണ്ണ. ആ വിളക്ക് എത്ര മനോഹരമാണെങ്കിലും അതിൽ എണ്ണയില്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു വിളക്കിനെ കത്തിക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളൊക്കെ പണ്ട് ഇലക്ട്രിസിറ്റിയൊക്കെ വരുന്നതിന് മുമ്പത്തെ കാലം, ഞാനൊക്കെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് മണ്ണെണ്ണ വിളക്കുകൾ വീട്ടിലുണ്ട്. വൈകുന്നേരം ഒരു 5:30 ആകുമ്പോൾ തന്നെ വിളക്കുകളിലെല്ലാം എണ്ണ നിറയ്ക്കുകയാണ്, മണ്ണെണ്ണ നിറയ്ക്കുകയാണ്. കാരണം എണ്ണയുണ്ടെങ്കിൽ മാത്രമേ ആ വിളക്ക് പ്രകാശിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം
അതിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ശരിക്കും ഗ്രീക്ക് ബൈബിളിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്നാണ് പണ്ഡിതർ പറയുന്നത്, ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ടേയിരിക്കുവിൻ. ഒരിക്കൽ മാത്രം നിറഞ്ഞാൽ പോരാ, ധ്യാനകേന്ദ്രത്തിൽ വെച്ച് മാത്രം നിറഞ്ഞാൽ പോരാ, പള്ളിയിൽ പോകുമ്പോൾ മാത്രം നിറഞ്ഞാൽ പോരാ, ഒരു ദിവസം നന്നായിട്ട് നിറഞ്ഞാൽ പോരാ, പകരം ജീവിതത്തിൻ്റെ മുഴുവൻ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ടേയിരിക്കുവിൻ. ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ടേയിരിക്കുവിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിളക്കിൻ്റെ അകത്തെ എണ്ണ ഒരു കാരണവശാലും കുറഞ്ഞു പോകാതെ സൂക്ഷിക്കുവിൻ. വിളക്കിൽ എണ്ണ കുറഞ്ഞു പോയാൽ വിളക്ക് കത്തുകയില്ല, പ്രകാശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മളിൽ നിറഞ്ഞിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ അഭിഷേകമാകുന്ന എണ്ണ ദാഹിക്കുന്നവർക്ക് സൗജന്യമായി അവിടെ തരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 1-ാമത്തെ തിരുവചനം പറയുന്നു, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ. നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, പാലും തേനും സൗജന്യമായി കുടിക്കട്ടെ. വിളക്കുകളെ വരുവിൻ, വന്ന് നിറയ്ക്കുവിൻ. ജലാശയത്തിലേക്ക് വന്ന് സൗജന്യമായി തന്നെ നിങ്ങളുടെ പാത്രങ്ങൾ നിറയ്ക്കുവിൻ, നിങ്ങളുടെ വിളക്കുകൾ നിറച്ചുകൊണ്ട് പൊയ്ക്കൊള്ളുവിൻ. യോഹന്നാൻ 7:38 യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പം നമ്മളിൽ എന്നും ഈ എണ്ണ നിറഞ്ഞു നിൽക്കണം. കത്തോലിക്ക തിരുസഭയിലെ വിശുദ്ധരുടെ ജീവിതം പഠിക്കുമ്പോൾ കാണാം, വിശുദ്ധരെല്ലാവരും ഒരു കാര്യത്തിൽ ഒന്നുപോലിരുന്നു. അവരുടെ പ്രാർത്ഥനാ രീതികൾ വ്യത്യാസമായിരുന്നു, ആത്മീയതയിൽ അവർ തിരഞ്ഞെടുത്ത മാർഗങ്ങൾ വ്യത്യാസമായിരുന്നു, അവരുടെ സ്പിരിച്വാലിറ്റിയുടെ മെത്തേഡ്സ് വ്യത്യാസമായിരുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ അവരെല്ലാം ഒന്നുപോലിരുന്നു. നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മ എണ്ണ അവരിൽ ഒരിക്കലും വറ്റുവാൻ അവർ അനുവദിച്ചിരുന്നില്ല. എണ്ണ കുറഞ്ഞു പോകാൻ അവർ സമ്മതിച്ചില്ല. അവരിൽ എപ്പോഴും ആ വിളക്കുകളിൽ എണ്ണ നിറഞ്ഞു നിൽക്കുവാനുള്ള ഒരു വില അവർ കൊടുത്തു. ദാഹമാണ് പ്രധാനപ്പെട്ട വില. ആ വില കൊടുത്തുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവാകുന്ന എണ്ണയാൽ നിറയപ്പെട്ടിരിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. മൂന്നാമതായിട്ട് വിളക്കുമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് തിരിയാണ്. വിളക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തിരിയാണ്. അതായത് എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു തിരി. ആ തിരിയുടെ പുറത്താണ് നമ്മൾ തീ കത്തിക്കുന്നത്. തിരിയാണ് ശരിക്കും കത്തുന്നത്. ഈ തിരിയാകട്ടെ എണ്ണയിൽ മുങ്ങിക്കിടക്കണം. ഈ തിരിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, എന്താണ് എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന തിരി? എന്താണ് ഈശോ അർത്ഥമാക്കുന്നത്? ദൈവവുമായിട്ടുള്ള നമ്മുടെ ഇൻറ്റിമസിയാണ് ഇത് കാണിക്കുന്നത്. എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന തിരി എന്ന് പറയുമ്പോൾ അർത്ഥം ദൈവത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന, ദൈവത്തിൽ മുങ്ങിക്കിടക്കുന്ന, ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്ന, ദൈവമാകുന്ന എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന തിരി എന്ന് പറയുന്ന അവസ്ഥയിൽ ദൈവത്തോട് അത്രമാത്രം ഗാഢമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ബന്ധത്തെയാണത് കാണിക്കുന്നത്. തിരി എത്രമാത്രം നന്നായിട്ട് എണ്ണയിൽ മുങ്ങിക്കിടക്കുന്നോ അത്രമാത്രം ഈ വിളക്ക് പ്രകാശിക്കുന്നു. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ഗാഢമാണോ അത്രമാത്രം നമ്മളാകുന്ന വിളക്ക് പ്രകാശിക്കും. നമ്മൾ പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, ജോഷുവ. സത്യത്തിൽ വലിയ കുറവുകളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ജോഷുവ. ജോഷുവ വലിയ മണ്ടത്തരങ്ങളിൽ നിന്നും ചെന്ന് ചാടുന്നില്ല. ദാവീദിനെ പോലത്തെ അബദ്ധങ്ങളൊന്നും ജോഷുവയ്ക്ക് പറ്റുന്നില്ല. സാംസനെ പോലെ തെറ്റുകളിൽ ജോഷുവ വീഴുന്നില്ല. ഇതിന് പ്രധാനമായിട്ടും ഒരു കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: കൂടാരത്തിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ മോശ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. അപ്പോൾ ഈ സാന്നിധ്യം ഒരു വെളുത്ത മേഘം പോലെയാണ് വരുന്നത്. ഈ മേഘം, കട്ടിയുള്ള കനത്ത മേഘം, ആ വലിയ ഷെഖീനായ് ഗ്ലോറി, ആ വലിയ സാന്നിധ്യം, അത് കൂടാരത്തിൻ്റെ അകത്ത് വന്ന് നിറയുമ്പോൾ ഒരു സ്നേഹിതനോടെന്ന പോലെ ദൈവം മോശയോട് ഫേസ് ടു ഫേസ്, മുഖാഭിമുഖം സംസാരിച്ചിരുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പം മോശ ദൈവത്തെ കണ്ടു. ദൈവം മോശയോട് ഒരു സ്നേഹിതനോടെന്ന പോലെ ഒത്തിരി ക്ലോസ് ആയിട്ട് സംസാരിച്ചു, വളരെ അടുത്ത് സംസാരിച്ചു. എന്നിട്ട് ഈ മേഘം തിരിച്ച് സ്വർഗത്തിലേക്ക്, ആകാശത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ മോശ കൂടാരം വിട്ട് മോശയുടെ ദൈനംദിന കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് പോകുന്നു.
ഈ സമയത്ത് കൂടാരത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ജോഷുവ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ കൂടാരത്തിൻ്റെ അകത്തേക്ക് ജോഷുവ ഓടിക്കയറും. മോശ പോയതിന് ശേഷം ജോഷുവ ഓടിക്കയറും. എന്തിനാണെന്നറിയാമോ? എന്തെങ്കിലും റെമനന്റ് ബാക്കിയുണ്ടോ എന്നറിയുവാൻ. ദൈവ സാന്നിധ്യത്തിൻ്റെ ബാക്കി എന്തെങ്കിലും കിടക്കുന്നുണ്ടോ? ദൈവം മോശയോട് സംസാരിച്ചതിൻ്റെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ, ആ കാനാന്യ സ്ത്രീ പറയുന്നില്ലേ, കർത്താവേ, മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ നായ്ക്കൾ ഭക്ഷിക്കാറുണ്ടല്ലോ. അതായത് യജമാനന്റെ മക്കൾ തിന്നതിന് ശേഷം ബാക്കിയുള്ളത് എന്തെങ്കിലും താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ അത് ഭക്ഷിക്കാൻ തയ്യാറായി ചിലരുണ്ട് എന്ന് പറഞ്ഞതുപോലെ, മോശയ്ക്ക് കിട്ടിയതിന് ശേഷം എന്തെങ്കിലും ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ ബാലൻസ്, റെമനൻസ് ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് അനുഭവിക്കുവാൻ കൊതിയോടുകൂടി, ബാക്കി ഒരു ചെറുപ്പക്കാർക്കും ഇല്ലാത്ത ഒരു ദാഹത്തോടും കൊതിയോടും കൂടി ഈ ജോഷുവ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അതിന് 15-16 വയസ്സ് കാണുമായിരിക്കും, അവൻ ഓടി വന്ന് സാഷ്ടാംഗം വീഴുകയാണ്. അവൻ അതിൻ്റെ അകത്ത് നിന്ന് നിലവിളിക്കുകയാണ്, ദൈവമേ, എനിക്ക് നീയുമായിട്ടൊരു ബന്ധം വേണം. ദൈവമേ, ദൈവമേ, എനിക്ക് മോശയ്ക്കുള്ളത് ഒരു ബന്ധം നീ തരുമോ? നീ എൻ്റെ അടുത്ത് സ്നേഹിതനെ പോലെ പെരുമാറുമോ? നീ എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുമോ? നിന്റെ മുഖം ഒന്ന് എന്നെ കാണിക്കുമോ? നിന്റെ ശബ്ദം ഒന്ന് എന്നെ കേൾപ്പിക്കുമോ? തേനിനേക്കാൾ മധുരമേറിയ നിന്റെ വചനം എനിക്ക് ആസ്വദിക്കാനായിട്ട് നീ തരുമോ? നിന്റെ കൈക്ക് പിടിച്ച് ഹെനോക്ക് നടന്നതുപോലെ നടക്കുവാൻ എന്നെയും നീ അനുവദിക്കുമോ? നിന്റെ പ്രമാണങ്ങളുടെ പാതയിൽ വഴിതെറ്റാതെ പോകുവാൻ നീ എനിക്ക് കൃപ തരുമോ? ദൈവമേ, എൻ്റെ ദൈവമേ, നിനക്കായി എൻ്റെ ഹൃദയം കൊതിക്കുന്നു. ദൈവമേ, ദൈവമേ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ദൈവമേ, ദൈവമേ, എനിക്ക് നിന്നെ വേണം. ദൈവമേ, ദൈവമേ, ഈ ലോകത്തിൻ്റെ യാതൊന്നും ഞാൻ ചോദിക്കുന്നില്ല, നിന്റെ സാന്നിധ്യം എനിക്ക് തരുമോ? നിന്റെ സാന്നിധ്യം എനിക്ക് തരുമോ? ദൈവമേ. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പഠിക്കുമ്പോൾ കാണാം, അനേക വർഷങ്ങൾ ഈ ചെറുപ്പക്കാരൻ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. മോശയ്ക്ക് കൊടുത്തതിൻ്റെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് അനുഭവിക്കുവാൻ തയ്യാറായി കൊതിയോടെ നിൽക്കുന്ന ജോഷുവയെ മോശയുടെ മരണശേഷം ദൈവം ഇസ്രായേലിനെ നയിക്കുന്ന വിളക്കായി തിരഞ്ഞെടുക്കുകയാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം ജോഷുവയുടെ കൊതി തീർത്തു കൊടുക്കുന്നുണ്ട്. ജോഷുവയുടെ ദൈവം പറയുന്നു, ജോഷുവ, ഭയപ്പെടേണ്ട, മോശയോട് കൂടി എന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അല്പവും കുറയത്തില്ല കേട്ടോ. മോശയോട് കൂടി എന്നതുപോലെ തന്നെ. നീ ഒരുപാട് നാൾ ദാഹിച്ചില്ലേ? മോശയോട് കൂടി എന്നതുപോലെ എൻ്റെ കൂടെ വരണേ. ഇതാ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിനക്ക് ഞാൻ ആ ഇൻറ്റിമസി നൽകുകയാണ്, ആത്മബന്ധം നൽകുകയാണ്. ജോഷുവ, ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ എൻ്റെ വലതുകരം ജോഷുവ നിനക്ക് നേരെ നീട്ടിത്തരുന്നു. ഭയപ്പെടേണ്ട, ശക്തനും ധീരനുമായിരിക്കുക. ജീവിതകാലത്ത് ഒരിക്കലും നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വചനം എപ്പോഴും നിന്റെ നാവിലുണ്ടായിരിക്കണം. രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. ഭയപ്പെടേണ്ട. കാണുക പ്രിയപ്പെട്ടവരെ, മോശ പരാജയപ്പെട്ടിടത്ത് ജോഷുവ വിജയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മോശയ്ക്ക് ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിച്ച്, അവരെ ലീഡ് ചെയ്ത് നയിച്ച് പ്രവേശിപ്പിക്കുവാൻ സാധിക്കാതിരുന്നപ്പോൾ ജോഷുവ അവരെ മനോഹരമായിട്ട് നയിക്കുകയാണ്. ജെറിക്കോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കാനാൻ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ഈ വിളക്കിനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. എണ്ണ വറ്റി പോകാതിരിക്കാൻ തിരി കൃത്യമായിട്ട് എണ്ണയിൽ മുക്കിയിടാൻ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ, ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിൽ ചാരുവാനും ദൈവത്തെ കെട്ടിപ്പിടിച്ചിരിക്കുവാനും പഠിച്ച ഒരു ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സത്യം പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഓടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിൽ തന്നെ ഒരു തെറ്റുമില്ല കേട്ടോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മക്കൾ മമ്മിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, മമ്മി എനിക്ക് വിശക്കുന്നു, ദോശ വേണം. അതിൽ തന്നെ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. മമ്മി എനിക്ക് പൊരിച്ച മീൻ വേണം, സാമ്പാർ വേണം, അതിലൊരു തെറ്റുമില്ല. പക്ഷെ ഇത് എപ്പോഴാണ് തെറ്റാകുന്നത് ചോദിച്ചാൽ, ഈ കുഞ്ഞ് മമ്മിയുടെ അടുത്ത് വരുന്നത് സാമ്പാറിന് വേണ്ടി മാത്രമാകുമ്പോൾ, ദോശയ്ക്ക് വേണ്ടി മാത്രമാകുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രമാകുമ്പോൾ, നല്ല ഉടുപ്പ് കിട്ടാൻ മാത്രമാകുമ്പോൾ അത് തെറ്റാകുകയാണ്. ഇതാണ് പ്രശ്നം. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ. എന്നാൽ കുഞ്ഞിന് അമ്മയോട് ആഴമേറിയ സ്നേഹമുണ്ടെങ്കിൽ ഇതൊന്നും ഒരു തെറ്റല്ല, നല്ല കാര്യമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് വ്യത്യാസം. ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ വരുന്നത് കാര്യം സാധിക്കാൻ മാത്രമാണോ? ദൈവത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണോ? ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണോ? ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണോ? ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണോ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? ദൈവത്തിൻ്റെ നാമം നമ്മളിലൂടെ ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ടാണോ?
ഓരോ നിമിഷവും ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ തിരി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ തിരിയുടെ ഒരു പ്രശ്നം ഇതാണ്, കരിന്തിരി പിടിച്ചു പോകും. നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ചില വിളക്കുകൾ പെട്ടെന്ന് കരിന്തിരി പിടിച്ചു പോകും, അതായത് കരിയായി പോകും. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ഓർമ്മയുണ്ട്, വൈകുന്നേരം എൻ്റെ മമ്മി ആ വിളക്കിൻ്റെ തിരിയെല്ലാം ഒരു കത്രിക എടുത്തു വെച്ച് വൃത്തിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് അതിൻ്റെ കരിന്തിരി എല്ലാം മാറ്റിക്കളയും. അപ്പോൾ അത് വീണ്ടും പ്രകാശിക്കുന്നു. കരിന്തിരി പിടിച്ചിരിക്കുന്ന ആ വിളക്ക് കത്തത്തില്ല, പ്രകാശിക്കത്തില്ല. ദാവീദ് നല്ല ഒരു വിളക്കായിരുന്നു. പക്ഷെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കരിന്തിരി പിടിച്ചു, കരിയായിപ്പോയി, കരിക്കട്ടയായിപ്പോയി, അത് പ്രകാശിക്കാതെയായി. വ്യഭിചാരം എന്ന് പറയുന്ന പാപവും കൊലപാതകം എന്ന് പറയുന്ന മറ്റൊരു മാരക പാപവും ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ തിരി കരിന്തിരിയായിപ്പോയി, പ്രകാശം കെട്ടുപോയി. പക്ഷെ ആ കരിന്തിരിയെ എടുത്തു മാറ്റുവാൻ അവൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ഉപവാസത്തോടും നിലവിളിയോടും കൂടെ ദൈവത്തിന് മുമ്പിൽ ആഴമേറിയ അനുതാപത്തോടെ പശ്ചാത്താപ വിവശനായി 51-ാം സങ്കീർത്തനത്തിൽ നിലവിളിക്കുന്ന ദാവീദിനെ സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആ വലിയ നിലവിളി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ആ കരിന്തിരിയെ എടുത്തു മാറ്റി വീണ്ടും ആ വിളക്കിനെ പ്രകാശിപ്പിക്കുന്നു. ഇതുപോലെ സാംസന്റെ ജീവിതവും, നന്നായിട്ട് കത്തിക്കൊണ്ടിരുന്ന സാംസനും ഇടയ്ക്ക് കരിന്തിരി പിടിക്കുന്നു. അവനും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അല്പം താമസിച്ചു പോയി, എങ്കിലും അവൻ്റെ കരിന്തിരി മാറ്റി നല്ല ഒന്നന്തരമായിട്ട് അവൻ പ്രകാശിക്കുന്നുണ്ട്. വിളക്ക് മനോഹരമായിട്ട് പ്രകാശിച്ച് തന്നെയാണ് ഒടുവിൽ അത് ഉടഞ്ഞു തീരുന്നത്. അപ്പൊ ദൈവം നമ്മളെ വിളിക്കുകയാണ്, ഒരു വിളക്കാകുവാൻ നമ്മളെ വിളിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഈ വിളക്ക് കെട്ടുപോകുന്നതിന് ഒരു കാരണം കൂടെ ഉണ്ട്. കാറ്റടിച്ചാൽ, നല്ല കാറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വിളക്ക് കെട്ടുപോകും. പെട്ടെന്ന് വിളക്ക് കെട്ട് അവിടെ മുഴുവൻ ഇരുട്ട് വ്യാപിക്കും. ഈ കാറ്റ് എന്ന് പറയുന്നത് പ്രലോഭനമാണ്. ഈശോ പറയുന്ന ഉപമയിൽ കാറ്റ് പ്രലോഭനമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രലോഭനമാകുന്ന കാറ്റുകൾ അടിച്ച് നമ്മളാകുന്ന വിളക്കുകളുടെ പ്രകാശത്തെ കെടുത്തിക്കളയുവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കാറ്റടിച്ച് വിളക്ക് കെട്ടുപോകാതെ കാക്കണമേ പിതാവേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പ്രലോഭനമാകുന്ന കാറ്റടിച്ച് ഞങ്ങളാകുന്ന വിളക്കിന്റെ പ്രകാശം കെട്ടുപോകുവാൻ അനുവദിക്കരുത്. ഈ മേഖലയിൽ നമ്മൾ ജാഗരൂകത പുലർത്തണം. നമ്മളൊരു വിളക്കുമായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഇന്ന് ടോർച്ചുണ്ട്, ടോർച്ചൊക്കെ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ വിളക്ക് കത്തിച്ച് നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് ഈ വിളക്കിനെ നമ്മൾ സംരക്ഷിക്കും. കാറ്റ് വന്ന് ഈ തിരി കെട്ടുപോകാതിരിക്കാൻ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചേർത്ത് പിടിക്കാൻ പഠിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രലോഭനത്തിൻ്റെ കാറ്റിൽ ഈ മനോഹരമായ തിരി എത്ര എണ്ണയുണ്ടെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ, കരിന്തിരി ഇല്ലെങ്കിൽ പോലും കെട്ടുപോകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവാൻ ദൈവം നമ്മളോട് പറയുന്നു, പിതാവിനോട് പ്രാർത്ഥിച്ചു കൊള്ളാൻ പറയുന്നു, നമ്മളെ തന്നെ ശ്രദ്ധിച്ചു കൊള്ളാനായിട്ട് ദൈവം പറയുകയാണ്. ഇന്ന് കർത്താവിൻ്റെ ഉപമകളിലൂടെ നമ്മൾ കടന്നുപോയി. നിങ്ങളൊരു വിളക്കാണ് എന്ന് ദൈവം പറയുമ്പോൾ അതിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കരിന്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അതെല്ലാം മാറ്റിക്കളയണം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയ പ്രവാചകനുണ്ട്. അതായത് ദാവീദ് വ്യഭിചാരവും കൊലപാതകവും ചെയ്തപ്പോൾ നാഥാൻ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, ഒരു പ്രോഫറ്റ് അവിടെ കടന്നു വരുന്നുണ്ട്. ബൈബിളിൽ ഒരുപാടൊന്നും ആ മനുഷ്യനെക്കുറിച്ച് എഴുതിയിട്ടില്ല, പക്ഷെ ആ മനുഷ്യൻ ശരിക്കും ഒരു വിളക്കായിരുന്നു. അതായത് വ്യഭിചാരവും കൊലപാതകവും ചെയ്ത് വിളക്ക് പ്രകാശം കെട്ടുപോയി കരിന്തിരി പിടിച്ചിരിക്കുന്ന ദാവീദ് എന്ന് പറയുന്ന ആത്മീയ മനുഷ്യനെ പ്രകാശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം കൊട്ടാരത്തിലേക്ക് അയച്ച വിളക്കായിരുന്നു നാഥാൻ പ്രവാചകൻ. ആ ഒരു ചെറിയ ദൗത്യം പക്ഷെ അത് മനോഹരമായിട്ട് അദ്ദേഹം നിർവഹിക്കുകയാണ്. അദ്ദേഹം അല്പം പോലും ഭയപ്പെടാതെ, ജീവനെ പോലും അദ്ദേഹം വിലയുള്ളതായി കാണാതെ ധൈര്യപൂർവ്വം ദാവീദിന്റെ ഇരുട്ടിലേക്ക് കടന്നു വരികയും തന്നിൽ നിറഞ്ഞു നിരുന്ന പ്രകാശത്തെ ദാവീദിന് കൊടുത്ത് ദാവീദിനെയും കൂടെ അദ്ദേഹം കത്തിക്കുകയാണ്. ഒരു വിളക്കിൽ നിന്നും മറ്റൊരു വിളക്കിലേക്ക് നമ്മൾ തീ കത്തിച്ചു കൊടുക്കാറുണ്ട്. ഇതുപോലെ നാഥാൻ പ്രവാചകരിൽ നിറഞ്ഞു നിന്ന ദൈവത്തിന്റെ അഗ്നിയെ നാഥാൻ ദാവീദിലേക്ക് കത്തിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വിളക്കാണ്. അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഉപമകളിലൂടെ അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥം ഞങ്ങളെ പഠിപ്പിച്ചു തന്നുകൊണ്ട്
ആത്മീയ ജീവിതത്തിൽ ഞങ്ങളെ വളർത്തണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.